നമസ്കാരം. ഒരിക്കൽ വിരൽ ചൂണ്ടി കടക്കുപുറത്തെന്ന് ആക്രോശിച്ചിരുന്ന കേരളം 10 കൊല്ലം ഭരിച്ച മുഖ്യനോട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന സഖാവിനോട്, ഇരട്ടച്ചങ്കനോട് സഖാക്കൾ ഒന്നടങ്കം പറഞ്ഞു തുടങ്ങി കടക്ക് പുറത്ത്. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ അപ്രതിഭാതമായ ശക്തിയായി നിന്ന CPM-നെ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത് ആരാണ് എന്ന ചോദ്യത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരേയൊരു മറുപടിയാണ് പിണറായി വിജയൻ. ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന നേതാവ് എന്നതിലുപരി ഭയവും നിയന്ത്രണവും കേന്ദ്രീകരിച്ച ഭരണശൈലിയാണ് പിണറായി വർഷങ്ങളായി പിന്തുടർന്നതെന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. പാർട്ടിക്കുള്ളിലെ എതിർ സ്വരങ്ങളെ പോലും അംഗീകരിക്കാത്ത കർക്കശ സമീപനം, വിമർശനങ്ങളെ അഹങ്കാരത്തോടെ തള്ളിക്കളയുന്ന നിലപാട്, പൊതുജനങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് അകന്നു നിന്ന രാഷ്ട്രീയ പെരുമാറ്റം, ഇതെല്ലാം ചേർന്നാണ് CPM-നെ ഇത്രയും വലിയ പരാജയത്തിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലുകളാണ് പാർട്ടി നിലയങ്ങളിൽ പോലും ശക്തമാകുന്നത്. കനത്ത തോൽവിയിലും വിമത നേതാക്കളുടെ കൂട്ടവിജയത്തിലും CPM-ന്റെ ഉള്ള് പുകഞ്ഞു തുടങ്ങി. പ്രവർത്തകർ കൂട്ടത്തോടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ രാജിക്കായി സൈബർ ഇടത്തിൽ മുറവിളി ഉയർന്നു. പാർട്ടിയുടെ സൈബർ പോരാളികൾ ആരും ഇതിനെ പ്രതിരോധിക്കാൻ എത്തുന്നതുമില്ല. ഒറ്റ മുഖവും ഒറ്റ വാക്കുമായി സർക്കാരിനെയും പാർട്ടിയെയും നിയന്ത്രിച്ചിരുന്ന പിണറായി വിജയനെതിരെയും അണികളുടെ വിമർശനം ഉയർന്നു കഴിഞ്ഞു. പാർട്ടി കോട്ടയായ കണ്ണൂരിലെ തോൽവിയാണ് CPM നേതൃത്വത്തെ വല്ലാതെ കുഴയ്ക്കുന്നത്. ഇതിനു കാരണക്കാരൻ എന്ന നിലയിലാണ് MV ഗോവിന്ദനു നേരെയുള്ള പ്രതിഷേധം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടിക്കുള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും മനസ്സു കാണിച്ചില്ല എന്നതാണ് വിമർശനം. തളിപ്പറമ്പിൽ തന്റെ പിൻഗാമിയായി ഭാര്യയെ MLA ആക്കാൻ ഗോവിന്ദൻ ശ്രമിച്ചുവെന്നതും വിമർശനത്തിന്റെ മൂർച്ച കൂട്ടുന്നു. കണ്ണൂരിൽ പലയിടത്തും ഇക്കാര്യം ഉന്നയിച്ച് പോസ്റ്ററുകളും ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു. ഒതുക്കി മാറ്റിയ P ജയരാജനെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവും ഇതിനോടൊപ്പം ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പാർട്ടി വിമതനായിട്ടും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയ കുടുംബാംഗങ്ങളെ കണ്ടാണ് തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച TK ഗോവിന്ദൻ മടങ്ങിയത്. കോടിയേരിയുടെ ഭാര്യ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതും നല്ല വാക്കുകളാണ്. മറുവാക്കില്ലാത്ത നേതാവായിരുന്ന പിണറായി വിജയൻ നിശ്ചിതമായി ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങുകയാണ്. പാർട്ടി തോൽവിയുടെ കാരണം തേടുന്നതിന് മുൻപേ കാരണക്കാരെ അണികൾ കണ്ടെത്തി കഴിഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയനാണെന്ന് മുൻ MP കൂടിയായ ഇടതു സഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തുറന്നടിച്ചു. പാർട്ടി കാലുവാരിയെന്ന സംശയം കായംകുളത്തെ സ്ഥാനാർത്ഥി U പ്രതിഭ പ്രകടിപ്പിച്ചു. അസംബന്ധമെന്നതിനെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തന്നെ R നാസർ തള്ളിക്കളഞ്ഞെങ്കിലും അടക്കിപ്പിടിച്ച അപസ്വരങ്ങൾ പുറത്തു വന്നു തുടങ്ങുകയാണ്. സൈബർ ഇടത്തിലെ ചർച്ച പാർട്ടിക്കുള്ളിലേക്ക് എത്തണമെന്ന രീതിയിലുള്ള P ജയരാജന്റെ പ്രതികരണവും അസാധാരണമാണ്. തിരുത്തേണ്ട ശൈലിയുണ്ടെന്നും അതൊന്നും തിരുത്താതെ മുന്നോട്ട് പോകാനാകില്ല എന്നും തോമസ് ഐസക്കും പ്രതികരിച്ചിട്ടുണ്ട്. ഒരിക്കൽ സാധാരണക്കാരുടെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട CPM കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരു വ്യക്തിയുടെ പാർട്ടി എന്ന രീതിയിലേക്ക് മാറിയെന്ന വിമർശനവും ശക്തമാവുകയാണ്. സർക്കാർ തീരുമാനങ്ങളിൽ പോലും മന്ത്രിമാർക്കും പാർട്ടി നേതാക്കൾക്കും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ രൂപപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസും ചില വിശ്വസ്തരും കേന്ദ്രീകരിച്ച ഭരണരീതി പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തി സൃഷ്ടിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയുടെ പഴകിയ ജനകീയ മുഖം പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന ബോധം സാധാരണ പ്രവർത്തകരിലേക്കും വ്യാപിച്ചു. ജനങ്ങളോട് സംവദിക്കുന്നതിന് പകരം വിമർശകരെ കടുത്ത ഭാഷയിൽ നേരിടുന്ന സമീപനവും പിണറായിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാക്കി. മാധ്യമങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഭാഷ, വിവാദ വിഷയങ്ങളിൽ പ്രതിരോധാത്മക നിലപാട്, ആരോപണങ്ങളെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന പേരിൽ തള്ളിക്കളയും, ഇതെല്ലാം ചേർന്ന് അഹങ്കാരത്തിന്റെ രാഷ്ട്രീയം എന്ന ഇമേജ് ശക്തമാക്കി. ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളുടെ അസ്വസ്ഥതകൾ ശക്തമായിട്ടും സർക്കാർ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല എന്ന വിമർശനവും ഇതോടെ ഉയരുകയാണ്. മലബാർ പോലുള്ള CPM-ന്റെ ഉറച്ച കോട്ടകൾ പോലും തകർന്നടിഞ്ഞത് സാധാരണ രാഷ്ട്രീയ തോൽവിയല്ല, അത് പാർട്ടിക്കുള്ളിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ അസന്തോഷത്തിന്റെ പൊട്ടിത്തെറിയാണ് എന്നാണ് വിലയിരുത്തൽ. പാർട്ടി പ്രവർത്തകരുടെ ഒരു വിഭാഗം വരെ നേതൃത്വത്തിനെതിരെ നിശബ്ദ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയും സർക്കാരും പിണറായി വിജയനായി ചുരുങ്ങി എന്ന വിമർശനം ഇപ്പോൾ CPM-നുള്ളിൽ തന്നെ തുറന്ന ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ തകർച്ചയേക്കാൾ കൂടുതൽ ചർച്ചയാകുന്നത് ഒരു നേതാവിന്റെ രാഷ്ട്രീയ ശൈലി എങ്ങനെ ഒരു വലിയ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്ന കാര്യമാണ്. ജനങ്ങളിൽ നിന്ന് അകന്നു നിന്ന അധികാര രാഷ്ട്രീയം എത്ര ശക്തമായാലും ഒരു ദിവസം തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോഴത്തെ CPM പ്രതിസന്ധി.